എല്ലാവർക്കും നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച ഒരു കേസ്. 25 വയസ്സുള്ള ഒരു യുവതിക്കെതിരെ 16 വയസ്സുകാരിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ഗുരുതര ആരോപണം. വിശ്വാസത്തിന്റെ പേരിൽ തുടങ്ങിയ ബന്ധം ഒടുവിൽ ഗുരുതര ക്രിമിനൽ കേസിലേക്ക്. കേരളം ചർച്ച ചെയ്യുന്ന ഈ കേസിൽ പുറത്തുവരുന്ന വിവരങ്ങൾ അതിലും ഞെട്ടിക്കുന്നതാണ്. കാസർഗോഡ് 16 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി സ്നേഹ മെർലിനെതിരെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത്. ഇരയായ പെൺകുട്ടിക്കും സഹോദരിക്കും സ്നേഹ മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇതുവഴി സഹോദരിയെയും പ്രതി ലക്ഷ്യമിട്ടതായാണ് പോലീസ് സംശയിക്കുന്നത്. ഒളിവിൽ പോയ സ്നേഹ മെർലിനെ കണ്ടെത്തുന്നതിന് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. 2025 മാർച്ച് 14-ന് 12 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് സ്നേഹ ആദ്യമായി അറസ്റ്റിലാകുന്നത്. സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ബാഗിൽ നിന്ന് അശ്ലീല ദൃശ്യങ്ങൾ അടങ്ങിയ മൊബൈൽ ഫോൺ അധ്യാപകർ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ പീഡന വിവരം പുറത്തുവന്നത്. വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ നൽകി സ്വാധീനിച്ചായിരുന്നു അന്ന് കുട്ടിക്ക് നേരെ അതിക്രമം നടത്തിയത്. കേരളത്തെ ആകെ ഞെട്ടിച്ച ഒരു പീഡന കേസായിരുന്നു ഈ സംഭവം. ഈ ഒരു സംഭവത്തിൽ വിനിയം നവശ്രീ എന്ന യുവതി പങ്കുവച്ച കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. ആ കുറിപ്പ് നിങ്ങൾക്ക് മുന്നിൽ വായിക്കാം. ഒരു സ്വവർഗാനുരാഗിയായ സ്ത്രീ ഒരു കുടുംബത്തെ എങ്ങനെ ഇല്ലാതാക്കിയെന്ന് നോക്കൂ. അരങ്ങൊഴിഞ്ഞ നാടകവേദി പോലെയായിരുന്നു ആ വീട്. പ്രവാസത്തിന്റെ കയ്പും മധുരവും പേറി ഗൾഫിൽ ചോര നീരാക്കി ഉണ്ടാക്കിയ സമ്പാദ്യം മുഴുവൻ ഒടുവിൽ സ്വന്തം കുടുംബത്തെ കാക്കാൻ വേണ്ടി മാത്രമാണ് ആ അച്ഛൻ മാറ്റിവെച്ചത്. എന്നാൽ വിധി അയാൾക്കായി കരുതി വെച്ചത് ഒരു മനുഷ്യനും താങ്ങാനാവാത്ത ദുരന്തങ്ങളുടെ പരമ്പരയായിരുന്നു. എല്ലാം തുടങ്ങിയത് ഒരു യാത്രയിൽ നിന്നായിരുന്നു. മൈസൂരിൽ നിന്നും മടങ്ങുന്ന വഴിയിൽ അയാളുടെ ഭാര്യ സഞ്ചരിച്ച വാഹനം പോലീസ് തടഞ്ഞു. കാറിന്റെ രഹസ്യ അറയിൽ നിന്നും മയക്കുമരുന്ന് കണ്ടെടുക്കപ്പെടുമ്പോൾ അവർ നിരപരാധിയായിരുന്നു. ആരോ മനഃപൂർവ്വം വെച്ച കെണി. ഒടുവിൽ കണ്ണൂരിലെ ജയിലിന്റെ അഴിക്കുള്ളിലേക്ക് അവർ തള്ളപ്പെട്ടു. അവിടെയാണ് ആ കഥയിലെ വില്ലത്തിയുടെ പ്രവേശം. ജയിലിനുള്ളിലെ ഇരുട്ടിൽ വെച്ചാണ് അവർ സ്നേഹ മെർലിനെ പരിചയപ്പെടുന്നത്. താനും ഒരു കള്ളക്കേസിൽ പെട്ടതാണെന്ന് വിശ്വസിപ്പിച്ച് സ്നേഹ വളരെ പെട്ടെന്ന് റഹീമിന്റെ ഭാര്യയുടെ വിശ്വസ്തയായി മാറി. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയപ്പോൾ സാമ്പത്തികമായി തകർന്ന ആ കുടുംബത്തിന് സ്നേഹ സഹായ ഹസ്തവുമായി എത്തി. ജാമ്യ വ്യവസ്ഥകളുടെ പേര് പറഞ്ഞ് കാസർകോട്ടെ റഹീമിന്റെ വീട്ടിൽ അവൾ താമസമുറപ്പിച്ചു. തകർന്നടിഞ്ഞ ആ വീട്ടിൽ ഒരമ്മയുടെ സ്ഥാനമായിരുന്നു സ്നേഹയ്ക്ക്. എന്നാൽ ആ സ്നേഹപ്രകടനങ്ങൾക്ക് പിന്നിൽ ഒരു പൈശാചിക ബുദ്ധി ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. റഹീമിന്റെ 16-കാരിയായ മകളെ അവൾ ലക്ഷ്യം വെച്ചു. വില കൂടിയ സ്മാർട്ട് ഫോണുകളും സ്നേഹപ്രകടനങ്ങളും നൽകി അവൾ ആ പെൺകുട്ടിയെ തന്റെ വലയിലാക്കി. പതുക്കെ പതുക്കെ കുട്ടിയുടെ മനസ്സിൽ അവൾ വിഷം നിറച്ചു. നാട്ടിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കി ഗൾഫിൽ നിന്നും ആ അച്ഛൻ ഓടിയെത്തി. എന്നാൽ സ്നേഹ മെർലിൻ അപ്പോഴേക്കും തന്റെ തിരക്കഥയുടെ അവസാന ഭാഗം തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. ഒരു പുലർച്ചെ ഈ വീട്ടുപടിക്കൽ പോലീസ് ജീപ്പ് വന്നു നിന്നു. സ്വന്തം മകളെ പീഡിപ്പിച്ചു എന്ന അതീവ ഗുരുതരമായ പോക്സോ കുറ്റമാണ് ആ അച്ഛനുമേൽ ചുമത്തിയത്. സ്വന്തം മകൾ സ്നേഹയുടെ നിർബന്ധത്തിന് വഴങ്ങി പോലീസിന് നൽകിയ മൊഴിയായിരുന്നു അതിന് ആധാരം. എൻ്റെ അച്ഛൻ നിരപരാധിയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ആ കുഞ്ഞിന് ഭയമായിരുന്നു. കാരണം സ്നേഹയുടെ ഭീഷണികളും ബ്ലാക്ക് മെയിലിങ്ങും അവളെ അത്രമാത്രം തളർത്തിയിരുന്നു. മാധ്യമങ്ങൾ ആഘോഷിച്ചു. സമൂഹം അയാളെ ക്രൂശിച്ചു. ഒരു പ്രവാസി പിതാവിൻ്റെ ആത്മാഭിമാനവും ജീവിതവും ആ 4 ചുവരുകൾക്കുള്ളിൽ തകർന്നു തരിപ്പണമായി. പോലീസാകട്ടെ മെഡിക്കൽ റിപ്പോർട്ടിലെ വൈരുദ്ധ്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെ റഹീമിനെ ജയിലിലടച്ചു. ആ റിപ്പോർട്ടിൽ ഒരു പുരുഷൻ പീഡിപ്പിച്ചതിൻ്റെ യാതൊരു ലക്ഷണങ്ങളും ഇല്ലായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലായ പെൺകുട്ടി കഴിഞ്ഞ 2.5 മാസമായി കൗൺസിലിങ്ങിന് വിധേയയായി. സ്നേഹ മെർലിന്റെ ഭയത്തിൽ നിന്നും മാനസികമായി അവൾ മോചിതയായപ്പോഴാണ് ആ സത്യം പുറത്തു വന്നത്. കൗൺസിലറുടെ മുന്നിലിരുന്ന ആ 16-കാരി പൊട്ടിക്കരഞ്ഞു. എന്നെ പീഡിപ്പിച്ചത് എൻ്റെ അച്ഛനല്ല, ആ സ്നേഹ മെർലിനാണ്. എന്നെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും പറയിപ്പിച്ചതാണ് ഉപ്പയ്ക്കെതിരെയുള്ള ആ മൊഴികൾ. എൻ്റെ കുടുംബം തകർത്തത് അവളാണ്. ഒരു സ്വവർഗാനുരാഗിയായ സ്ത്രീ സ്വന്തം ആസക്തികൾക്കും ആർഭാടങ്ങൾക്കും വേണ്ടി ഒരു കുടുംബത്തെ മുഴുവൻ കള്ളക്കേസിൽ കുടുക്കി ഇല്ലാതാക്കാൻ ശ്രമിച്ച വൻ ചതിയുടെ കഥയാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടത്. പെൺകുട്ടിയുടെ പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്നേഹ മെർലിനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഒരു കുടുംബത്തിൻ്റെ കണ്ണീരും തകർച്ചയും ബാക്കിയാക്കിക്കൊണ്ട് ആ സത്യം പുറത്തു വരുമ്പോൾ കേരളക്കര ഒന്നടങ്കം ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ്. ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരു കുടുംബത്തെ ഇങ്ങനെയും തകർക്കാൻ കഴിയുമോ എന്ന ചോദ്യം സമൂഹത്തിന് നേരെ ഉയരുമ്പോൾ വാസ്തവങ്ങൾ അന്വേഷിക്കാതെ വിധിയെഴുതുന്ന പോലീസിനും മാധ്യമങ്ങൾക്കും ഇതൊരു വലിയ പാഠമാണ്. കള്ളക്കഥയുടെ ഇരുട്ടറയിൽ നിന്നും ആ പിതാവ് നിരപരാധിത്വം തെളിയിച്ചു പുറത്തു വരുമായിരിക്കാം. പക്ഷേ നഷ്ടപ്പെട്ട മാനവും തകർന്ന നാളുകളും ആര് തിരിച്ചു നൽകും?
ഇങ്ങനെയാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത്. എന്തായാലും ഈ കേസിൽ അന്വേഷണം തുടരുകയാണ്. അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിക്കെതിരായ എല്ലാ ആരോപണങ്ങളും കോടതിയിൽ തെളിയിക്കപ്പെടേണ്ടതാണ്. അന്വേഷണവും വിചാരണയും പൂർത്തിയാകുന്നതുവരെ കുറ്റം നിയമപരമായി തെളിയിക്കപ്പെട്ടതായി കരുതാനാവില്ല. കുട്ടികളുടെ സുരക്ഷ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സംയുക്ത ഉത്തരവാദിത്തമാണ്. കുട്ടികളുടെ പെരുമാറ്റത്തിൽ അസാധാരണമായ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അവഗണിക്കാതെ ആവശ്യമായ കൗൺസിലിംഗും നിയമസഹായവും തേടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമയി TV.